നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം വീണ്ടും ഞങ്ങൾ അറിയിക്കുന്നു. രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതായി വിശുദ്ധ വേദപുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിവിധങ്ങളായ വേദഭാഗങ്ങൾ കൂടിയാണ് നാം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി പുറപ്പാട് പുസ്തകം 32, 33 അധ്യായങ്ങളിൽ മോശ ദൈവത്തോട് ജീവപുസ്തകത്തിൽ നിന്ന് തന്റെ പേര് മായ്ച്ചളയുവാൻ ആവശ്യപ്പെട്ടതിനെ സംബന്ധിച്ചു. അത് കഴിഞ്ഞുള്ള എപ്പിസോഡിൽ നാസർ വ്രതസ്ഥന്റെ വ്രത ലംഘന കാലഘട്ടത്തിൽ അവന് തെറ്റിച്ചു കളഞ്ഞ കാലഘട്ടത്തെ വാസ്തവത്തിൽ നഷ്ടപ്പെട്ട കാലമായി കണക്കാക്കുന്നു, അതുകൊണ്ട് രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള വാദോന്മുഖവും നമുക്ക് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഖ്യാപുസ്തകം 14 ആവർത്തനം 1-33 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന 6 ലക്ഷം ഇസ്രായേലിയരുടെ മരണത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മിസ്രൈം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഒരു സാദൃശ്യമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നു, മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു, ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നാണ് ദൈവം അവരെ വിടുവിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഈ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം ചെങ്കടൽ കടന്ന് മോശയോടുകൂടി ചേർന്ന് മരുഭൂമി വഴിയായി യാത്ര ചെയ്ത് അവര് 40 വർഷങ്ങളുടെ ഈ മരുഭൂമിയിലെ ചുറ്റിത്തിരിയലിന് ശേഷം വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് എത്തിച്ചേർന്നു. അപ്പോൾ വാസ്തവത്തില് ഇവിടെ ഈ മിസ്രൈമിൽ നിന്ന് പെസഹ കുഞ്ഞിനാൽ വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് എത്തിയ ജനം അവർ കനാനിലെത്താതെ ഈ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി എന്നതാണ് ഇവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നതിലേക്ക് വാദിക്കാനുള്ള ഒരു ന്യായം. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ചെങ്കടൽ കടന്ന് പുറപ്പെട്ടു പോകുന്ന ഈ ജനം മരുഭൂമിയിൽ കൂടി പ്രവേശിച്ചിട്ട് മരുഭൂമിയിൽ കൂടി അവർ യാത്ര ചെയ്ത് കനാൻ ദേശത്ത് അവരെത്തിച്ചേരാതെ അവര് അകപ്പെട്ടു പോയത് വാസ്തവത്തിൽ എങ്ങനെയാണ്? അവർ വാസ്തവത്തിൽ കനാലിൽ എത്തിയില്ലല്ലോ. ദൈവം മോശയോട് പറഞ്ഞത്, ഈ ജനത്തെ മുഴുവൻ ഞാൻ കൊന്നിട്ട് നിന്നിൽ നിന്ന് ഞാൻ ജനത്തെ വർദ്ധിപ്പിക്കും എന്നാണ്. അതിന് മോശ സമ്മതിച്ചില്ല. ദൈവത്തോട് പക്ഷപാതം ചെയ്തു. ദൈവം ആ കാര്യത്തില് ഇടപെട്ടിട്ട് മിസ്രൈം ഈ ജനത്തെ അവിടുന്ന് രക്ഷിച്ചു, അവരെ മുൻപോട്ട് നടത്തി. എങ്കിലും തുടർച്ചയായിട്ടുള്ള അവരുടെ മരുയാത്രയിൽ അവർ നിരന്തരമായി ദൈവത്തിനും മോശയ്ക്കും വിരോധമായി പാപം ചെയ്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ പാപം ചെയ്തുകൊണ്ടിരുന്ന ഈ ജനം വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? അവര് മരുഭൂമിയിൽ ഈ 6 ലക്ഷം പുരുഷന്മാർ എന്ന് പറയുന്നത് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ 20 വയസ്സിന് മേലോട്ട് യുദ്ധപ്രാപ്തന്മാരായി എണ്ണപ്പെട്ട 6 ലക്ഷം പുരുഷന്മാരാണ്. ഈ 6 ലക്ഷം പുരുഷന്മാരിൽ യോശുവയും കാലേബും ഒഴികെ സകല ആളുകളും ഈ 40 വർഷക്കാലത്തെ, അതായത് ഈ ഒരു തലമുറയുടെ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ വെച്ച് പട്ടുപോകുവാൻ ദൈവം സംഗതിയാക്കി. അവരിലെ യോശുവയും കാലേബും മാത്രമേ കനാൻ ദേശത്ത് പ്രവേശിച്ചുള്ളൂ. പല ആളുകളും രക്ഷയുടെ നിഴലായി ഇതിനെ എടുക്കുമ്പോൾ ആ രക്ഷയുടെ നിഴലായി ആ കാര്യം എടുക്കുകയും ആ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയാണ് അതിനെ പഠിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാസ്തവത്തിൽ കനാൻ ദേശത്തിലെ യാത്ര അല്ലെങ്കിൽ കനാൻ ദേശത്തിലെ പ്രവേശനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മരക്ഷയുടെ ഒരു യഥാർത്ഥമായിരിക്കുന്ന ചിത്രമല്ല. ഇവിടെ നമ്മൾ ഈ കനാൻ, മിസ്രൈം, മരുഭൂമി ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ സാദൃശ്യമായി അതിനെ എടുത്താൽ മിസ്രൈമിലെ വാഴ്ച മനുഷ്യന്റെ പാപ അവസ്ഥയിലുള്ള അല്ലെങ്കിൽ പിശാചിന്റെ അടിമത്തിലുള്ള ജീവിതയാത്രയായും മരുഭൂമിയിലെ യാത്ര രക്ഷിക്കപ്പെട്ട ശേഷം ക്രിസ്തീയ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ കൂടി പ്രശ്നങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്ന ഈ ജീവിതയാത്രയുടെ ഇടകലർന്ന ഒരു ജീവിതാനുഭവമായി. എന്നാൽ അതിന്റെ ഒടുവിലത്തെ ഭാഗം കനാൻ ദേശത്തിലെ വാസം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമാകുന്ന അനുഭവത്തിലേക്ക് ഒരു വിശ്വാസി എത്തിച്ചേർന്ന് ക്രിസ്തുവിൽ ഉള്ള പക്വതയിൽ തികഞ്ഞവനായി തീരുന്നതിന്റെ ചിത്രമായിട്ടുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല. അവർ വ്യാഖ്യാനിക്കുന്നത് ഈ മരുഭൂമിയിൽ മിസ്രൈമിൽ കിടന്ന ജനം അവർ പാപികൾ, മരുഭൂമിയിൽ കിടന്ന ആളുകൾ വാസ്തവത്തിൽ എന്താണ്, അവര് പിറുപിറുക്കുകയും പാപം ചെയ്യുകയും ദൈവം ശിക്ഷിക്കുകയും ദൈവശിക്ഷ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നു.
കനാൻ ദേശം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ചിത്രം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കനാൻ സ്വർഗത്തിന്റെ നിഴലാണെന്ന് വ്യാഖ്യാനിച്ചാൽ സർവത്ര അബദ്ധ ജടിലമായ ഒരു ഉപദേശത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശയും അഹരോനും മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയവരുടെ കൂട്ടത്തിൽ ഉള്ള ആളുകളാണ്. ഈ 6 ലക്ഷം പുരുഷന്മാരിൽ മോശയും അഹരോനും മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി. പോയ ശേഷം ബാക്കിയുള്ള ആളുകളാണല്ലോ ഈ വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ മോശയും അഹരോനും പോലും അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ കാണുകയില്ല എന്ന് നമ്മൾ പഠിപ്പിക്കേണ്ട ഗതികേട് ഈ വ്യാഖ്യാനം കൊണ്ട് ഉണ്ടാവും. എന്നാൽ നമ്മൾ കനാൻ ദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മറ്റൊരു അപകടം കൂടി മനസ്സിലാക്കുന്നുണ്ട്. കനാൻ ദേശം എന്ന് പറയുന്ന 7 തദ്ദേശീയരായ ജാതികളാൽ ഒക്യുപ്പൈ ചെയ്ത ദേശമായിരുന്നു. അപ്പൊ ദൈവം യോശുവയോടും കാലോടും പറഞ്ഞത്, നിങ്ങൾ മിസ്രയീം ദേശത്ത് നിന്ന് ഈ കനാൻ ദേശത്തിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിച്ചു കഴിയുമ്പോൾ തദ്ദേശവാസികളായ കനാന്യർ, ഫെലിസ്ത്യർ, ഗർഗസ്യർ, യബൂസിയർ ഇങ്ങനെ തുടങ്ങിയ 7 ജനതകളുമായി യുദ്ധം ചെയ്ത് അവരെ നിങ്ങൾ കൊന്നുമുടിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഈ ദേശം നിങ്ങൾ വെട്ടിപ്പിടിച്ച് അവകാശമാക്കണം എന്നാണ് വായിക്കുന്നത്. കോൺക്വസ്റ്റ് ഓഫ് കനാൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക പഠന വിഷയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്ത ശേഷവും സ്വർഗം നമ്മൾ അവകാശമാക്കുന്നത് നമ്മൾ നമ്മുടെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനാണ് വാസ്തവത്തിൽ അങ്ങനെയുള്ള ഒരു 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 ഉപദേശം കൊണ്ടിടുന്നത്. വാസ്തവത്തിൽ രക്ഷ കൃപയാലാണ്. അവിടെ നമ്മുടെ യാതൊരു പ്രവൃത്തിയും കാരണമല്ലെന്ന് എഫേസ് ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തില് സ്വർഗത്തിൽ ഒരാൾ എത്തിച്ചേരുന്നത് നമ്മുടെ പ്രവൃത്തി മുഖാന്തരമായിട്ടല്ല, നാം ചെന്ന് സ്വർഗത്തെ യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ച് നമ്മുടെ അവകാശമാക്കിയല്ല, മറിച്ച് സ്വർഗത്തിൽ നാം ഒരിക്കൽ എത്തിച്ചേർന്ന ശേഷം ക്രിസ്തുയേശുവിൽ നമുക്ക് വേണ്ടി ദൈവം സ്വരൂപിച്ചു വെച്ചിരുന്ന സ്വർഗീയമായിരിക്കുന്ന അവകാശങ്ങളെ നമ്മൾ സമ്പൂർണ്ണതയിൽ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊന്നും ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നില്ല. അങ്ങനെ അതുകൊണ്ട് സ്വർഗത്തിൽ യുദ്ധമില്ല, സ്വർഗത്തിൽ പോരാട്ടമില്ല, സ്വർഗത്തിൽ കൊല്ലും കൊലയുമില്ല, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ സ്വർഗരാജ്യത്തിൽ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. അതുകൊണ്ട് മോശയും അഹരോനും മരുഭൂമിയിൽ മരിച്ചുള്ളൂ. ഇസ്രായേലിന്റെ മഹാപുരോഹിതനായിരുന്നു മോശ മരുഭൂമിയിൽ വെച്ച് മരിച്ചു. അങ്ങനെ ഈ അഹരോൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചു. മോശയും മരിച്ചു. ഈ അഹരോൻ മരിക്കുമ്പോൾ തന്റെ സഹോദരനായിരുന്ന അഹരോന്റെ മരണത്തോട് ബന്ധപ്പെട്ടാണല്ലോ മോശ 90-ാം സങ്കീർത്തനം എഴുതുന്നത്, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് മോശയും അഹരോനും മരുഭൂമിയിൽ വെച്ച് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കനാൻ ദേശം സ്വർഗത്തിന്റെ ചിത്രമാണെന്ന് വ്യാഖ്യാനിച്ചാൽ ഉണ്ടാകുന്ന ഒരു അപകടം, മോശയും അഹരോനും പോലും സ്വർഗരാജ്യത്തിൽ എത്താൻ സാധിക്കാതെ പോയി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ്. വാസ്തവത്തില് അത് ഗുരുതരമായ ഒരു തെറ്റുമാണ്. അപ്പൊ വാസ്തവത്തില് മോശയും അഹരോനും ഈ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് എത്തിച്ചേരാനായിട്ട് ഇടയാകാതെ പോയി എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ട് വരും. അപ്പൊ അവരിരുവരും സ്വർഗത്തിൽ ചെന്നില്ലെങ്കിൽ പിന്നെ മോശ മുഖാന്തരമായി വിടുവിക്കപ്പെട്ടു കൊടുന്ന ഇസ്രയേൽ ജാതി സ്വർഗരാജ്യത്തിൽ ചെന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഗുരുതരമായ ഉപദേശപേക്ഷക ഉണ്ടാകും. എന്നാൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇവിടെ ഈ കനാൻ എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായൊരു തലത്തിലേക്ക് ഒരു വിശ്വാസി വന്ന് എത്തുന്നതിന്റെ ഒരു നിലയിലാണ്. നമുക്കറിയാമല്ലോ, മിസ്രയീമിലായിരുന്നപ്പോൾ അവർ ഫറവോന്റെ അടിമത്തിലായിരുന്നു. ഫറവോന്റെ അടിമത്ത് പറഞ്ഞാൽ പിശാചിന്റെ അടിമത്ത് നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ. എന്നാൽ അത് കഴിഞ്ഞ് അവർ മരുഭൂമിയിൽ പ്രവേശിച്ചു. ഈ 40 വർഷക്കാലത്തെ ജീവിതയാത്രയിൽ 41 പ്രാവശ്യം അവർ കൂടാരം മാറ്റി അടിച്ചാണ് അവരെ ഈ കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ 40 വർഷത്തെ യാത്രയിൽ എന്തോ സംഭവിച്ചു? അവിടെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കിട്ടാതെ വന്നപ്പോൾ, ആഹാരം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ, അതുപോലെ അഗ്നിസർപ്പങ്ങൾ അവരെ കടിച്ചപ്പോൾ, ഇങ്ങനെ ജീവിതത്തിന്റെ നാനാ തലങ്ങളിൽ അവർ ദൈവത്തോടും ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കും വിരോധമായി പിറുപിറുക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പിറുപിറുക്കുന്ന ഈ ജനത്തെ മരുഭൂമിയിൽ വെച്ച് തന്നെ ദൈവം അവരിൽ പ്രസാദിച്ചില്ല, അവരെല്ലാവരും പട്ടുപോയി. ഇത് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തികമായ ഉന്നമനത്തിൽ നാം എത്തിച്ചേരും മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ വന്ന് സംഭവിക്കുന്ന അറിയാതെയോ ഒക്കെ വന്ന് സംഭവിക്കുന്ന പാപങ്ങൾ മുഖാന്തരമായി ദൈവം നമുക്ക് നൽകുന്ന ബാലശിക്ഷയുടെ ഒരു മനോഹരമായ ചിത്രമാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ആ ബാലശിക്ഷയെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ബാലശിക്ഷ? ആ ബാലശിക്ഷയെക്കുറിച്ച് പറയുന്നത്,
അവിടെ ഇത് നിമിത്തം നിങ്ങളിൽ ചിലർ രോഗികളായിത്തീരുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല എന്നാണ്. അത് കർത്താവിന്റെ മേശയിൽ, അതായത് തിരുവത്താഴത്തിൽ നിന്ന് അയോഗ്യമായി നമ്മൾ പങ്കെടുക്കുന്ന മുഖാന്തരമായി ഒരുവന്റെ ജീവിതത്തിൽ ദൈവം ഏർപ്പെടുന്ന ബാലശിക്ഷയെ സംബന്ധിച്ചാണ്. അത് പ്രത്യേകം ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ കനാൻ സ്വർഗത്തിലെ നിഴലാണെന്ന് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഇസ്രായേലിലേക്ക് സംഭവിച്ചവർ സംഭവിക്കാം. എന്ത്? കർത്താവിനുള്ള ബന്ധത്തിൽ ജീവിത വിശുദ്ധി സൂക്ഷിക്കാതെ മറഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഗുരുതരമാക്കുന്ന പാപപ്രവൃത്തികളുമായി നമ്മൾ മുമ്പോട്ട് ജീവിച്ചാൽ നമുക്കെന്തോ സംഭവിക്കും? നമ്മള് വാസ്തവത്തിൽ ദൈവത്തിന്റെ ബാലശിക്ഷയ്ക്ക് പാത്രീഭവിക്കുകയും ദൈവം ഒരു പക്ഷെങ്കിൽ നമ്മെ അടിക്കുകയും അങ്ങനെ മൃത്യു വരെ അല്ലെങ്കിൽ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യാൻ സാധ്യത ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ ഒരു വിഷയം, ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ ഒരു വിശ്വാസി അകപ്പെട്ട് ദൈവനെ ബാലശിക്ഷ കഴിയുമ്പോൾ രോഗമുണ്ടാകാം, ചിലപ്പോൾ തീരാരോഗമുണ്ടാകാം, ചിലപ്പോൾ മരണത്തിന് വിധേയപ്പെട്ടു പോകാം. ഇത് തന്നെയാണ് ഇസ്രായേലിലേക്ക് സംഭവിച്ചത്. അപ്പൊ അവരെല്ലാവരും, കാര്യം മോശയും മരുഭൂമിയിൽ വെച്ച് മരിച്ചയാളാണല്ലോ. മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയ മോശയാണ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ മറുരൂപമലയിലെ രൂപാന്തര വേളയിൽ കർത്താവിനോടും ഏലിയാവിനോടും കൂടെ മലയിൽ പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ വായിക്കുന്നത്. മരുഭൂമിയിൽ വെച്ച് മോശ നഷ്ടപ്പെട്ടു പോവുകയും കനാൻ സ്വർഗത്തിന്റെ ചിത്രമെന്ന് വിശേഷിക്കപ്പെടുന്ന കനാലിൽ മോശ പ്രവേശിക്കാതിരിക്കുകയും അവിടെ വെച്ച് നശിച്ചു പോവുകയും ചെയ്യുമെങ്കിൽ വാസ്തവത്തിൽ എന്താ സംഭവിക്കേണ്ടത്? അവൻ അവിടെ വെച്ച് ഇല്ലാതെയായി തീരുകയാണ് ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ അതിനു പകരം മോശ മരുഭൂമിയിൽ വെച്ച് മരിച്ചു, പിസ്കയിൽ വെച്ച് അവൻ മരിച്ചുപോയി, കനാൻ ദേശത്തെ അവൻ ദൂരവേ കണ്ടു, അവിടെ പ്രവേശിക്കില്ല എന്ന് ദൈവം അവനോട് പറഞ്ഞു. അവനോട് വെച്ച് മരിച്ചു, ദൈവം അവനെ അടക്കി. നമ്മൾ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൽ ദൈവം അവനെ അടക്കിയത് കൊണ്ട് അവനെ എവിടെ അടക്കിയെന്ന് ആരും ഇന്നുവരെയും അറിയുന്നില്ല എന്നാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ. അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിൽ അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ മോശയെ ഏലിയാവോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ യാക്കോബും പത്രോസും യോഹന്നാനും അടങ്ങിയ സംഘത്തിന്റെ മുമ്പാകെ മറൂബ മലയിൽ വെച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു കാരണവശാലും ഇവിടെ പറയപ്പെടുന്ന ഈ മോശ അല്ലെങ്കിൽ അഹരോന്, ആ 6 ലക്ഷത്തിൽ പരം ആളുകൾ അവർ നഷ്ടപ്പെട്ടു പോയത് അവരുടെ ആത്മരക്ഷയെ ബാധിക്കുന്ന കാര്യമല്ല. മുമ്പ് ഒരിക്കൽ നമ്മൾ പറഞ്ഞ പോലെ അത് അവരുടെ ജീവരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അതായത് ദൈവം ഓരോ മനുഷ്യനും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് കർത്താവിന് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ അവിടെ വെച്ച് അവന് നശിച്ചു പോകുന്നതിന് കാരണമായി, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവന് സ്വന്തം പാവപ്രവൃത്തി മുഖാന്തരമായി അല്ലെങ്കിൽ ദൈവശിക്ഷണത്തിന് വിധേയമായി അവന്റെ ജീവരക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതിന് ഒരു നല്ല ഉദാഹരണമാണ് ഈ മരുഭൂമിയിലെ 6 ലക്ഷം ആളുകളുടെ മരണം. അല്ലാതെ അവരാരും സ്വർഗരാജ്യത്തിൽ നിഷേധിക്കപ്പെട്ടവരല്ല. ഈ 6 ലക്ഷം ആളുകളും മിസ്രയീമിൽ വെച്ച് പെസകയും ചോരത്തളിയും ആയിരിച്ചവരും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുമാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇവർക്ക് യാതൊരു കാരണവശാലും അവരുടെ ആത്മരക്ഷയുടെ നഷ്ടം സംഭവിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി തിരുവെഴുത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആത്മരക്ഷയല്ലാതെ മറിച്ച് ദേഹിരക്ഷയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആത്മരക്ഷയും ദേഹിരക്ഷയും പരസ്പരം ഭേദിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ ഒന്നുകൊണ്ട് മറ്റൊന്നിനെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാസ്തവത്തിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുവാൻ കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ നാം വായിച്ച ഈ വേദഭാഗത്ത് പറയപ്പെടുന്ന, അതായത് ഈ ആവർത്തന സംഖ്യാപുസ്തകം 14-ാം അധ്യായവും ആവർത്തന പുസ്തകവും അതിന്റെ 1 മുതൽ 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ പറയപ്പെടുകയും ചെയ്യുന്ന 6 ലക്ഷം ഇസ്രായേലിയരുടെ മരണം അവരുടെ ആത്മരക്ഷയുടെ നിഴലല്ല, ആത്മരക്ഷയുടെ നഷ്ടമല്ല എന്നുള്ളത് പ്രത്യേകാൽ ഞാൻ ദൈവപ്രകാരം സൂചിപ്പിക്കുന്നു.